എന്നെ ഒന്ന് ചെയ്യില്ലേടാ ദുഷ്ടന്മാരെ. മീറ്റ് മൈ ടിങ്കു. ഇന്ന് നമ്മളുടെ ടിങ്കുവിനെ ഒന്ന് കുട്ടപ്പനാക്കാനാട്ടോ പോണത്. ഇവനെ നമ്മൾക്ക് ആകെ അവശനായ ഒരു അവസ്ഥയിലായിരുന്നു കിട്ടിയതിന് ശേഷം നമ്മൾ അവനെ നല്ലൊരു ട്രീറ്റ്മെന്റ് ഒക്കെ കൊടുത്തിട്ട് നമ്മൾ പുറത്ത് വിടാൻ നോക്കിയപ്പോൾ അവൻ പോകാൻ കൂട്ടാക്കില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ നല്ലൊരു കൂട് വാങ്ങിയിട്ട് അവനെ വളർത്താന്ന് കരുതി അവന് ഞങ്ങൾ ടിങ്കു എന്ന് വിളിക്കാൻ തുടങ്ങി. ബട്ട് ഭയങ്കര അഗ്രസീവ് ആയിരുന്നു കേട്ടോ അവൻ തുടക്കം തൊട്ടേ. അവനായിട്ടൊന്ന് കളിക്കാനോ കൊഞ്ചിക്കാനോ ഒന്നും പറ്റിയിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ അവന്റെ ബീക്കും നെയിൽസും ഒക്കെ ഒന്ന് ഷേപ്പ് ചെയ്യാന്ന് കരുതി, കാരണം ആ ഷാർപ്നെസ് ഒന്ന് കുറയാൻ വേണ്ടിയിട്ട്. ഇതിനെക്കുറിച്ച് വലിയ ഐഡിയ ഞങ്ങൾക്ക് ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ആദ്യം പോയത് ഈ ഷോപ്പിൽ കണ്ട. അപ്പൊ അവിടെ ഉള്ളവരാണ് പറഞ്ഞത് ക്ലിനിക്കിൽ പോയാൽ ഇതൊക്കെ നടക്കുള്ളൂ. എന്തായാലും ഇവിടെ വരെ വന്നതല്ലേ, കുറച്ച് പെറ്റ്സിനൊക്കെ ഒന്ന് കണ്ടിട്ട് വരാന്ന് കരുതി. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ വിട്ടു ക്ലിനിക്കിലോട്ട്. ഇവന് വല്ലാണ്ട് സൗണ്ട് ഒന്നും ഉണ്ടാക്കില്ല കേട്ടോ. ഇവനൊരു പാവേ. ചില സാഹചര്യത്തിന്റെ സമ്മർദ്ദം മൂലം എനിക്ക് പട്ടീനെ പൂച്ചിനെ ഒന്നും വളർത്താൻ പറ്റാത്തതുകൊണ്ട് ഞാൻ വല്ലാണ്ട് അറ്റാച്ച്മെന്റ് കാണിച്ചില്ല കേട്ടോ. പിന്നെ ഞാൻ ഡോക്ടറിനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇത് ചെയ്യുമ്പോൾ ഇതിന് വേദന ഉണ്ടാവുമോ, പെയിൻ ഉണ്ടാവും എന്നൊക്കെ. പക്ഷെ ഇല്ല, നമുക്ക് എങ്ങനെയാണ് നമ്മൾ നെയിലൊക്കെ കട്ട് ചെയ്യുമ്പോൾ ആ ഒരു ഇത് മാത്രമേ അവർക്ക് ഉള്ളൂ എന്നാണ് എന്നോട് പറഞ്ഞത് കേട്ടോ. വല്ലാണ്ട് അറ്റാച്ച്മെന്റ് കാണിക്കാത്ത ഒരു പെറ്റായതുകൊണ്ട് അവർക്ക് കുറച്ച് പേടിയൊക്കെ തന്നെ ഉണ്ടായിരുന്നു. ഇവന് സലൂണിനൊക്കെ ഒരു ഗ്ലോപ്പിനൊക്കെ വേണ്ടി കൊണ്ടുവന്ന പോലത്തെ ഒരു ഫീൽ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇവന്റെ മുഖം കണ്ടിട്ട്. കാരണം ഇവിടെ അങ്ങനെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. എല്ലാത്തിനും കൂടി ഞങ്ങൾക്ക് 80 dirhams ആണ് ആയത് കേട്ടോ. പിന്നെ ഞങ്ങൾ വന്നിട്ടുള്ളത് ഓൾഡ് റാസ്ലിക്കിമേലുള്ള അൽ ആസിഫ വെറ്റിനറി ക്ലിനിക്കിലോട്ടാണ് കേട്ടോ. ഞങ്ങൾ ഇവനെ കൊണ്ടുവന്നതിന് ശേഷം ആദ്യമായിട്ടാണ് ഞങ്ങളെ വണ്ടിയിൽ ഞങ്ങളെ കൂടെ ഒക്കെ അവൻ ഇരിക്കുന്നത്. അവർക്ക് കുറച്ച് പേടിയൊക്കെ തുടക്കം തൊട്ടേ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ അവന് മെല്ലെ മെല്ലെ റെഡിയായി വരുന്നുണ്ട്. കൂടിന് പുറത്ത് വിടുമ്പോൾ അവൻ തോളിലൊക്കെ വന്നിരിക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ സെറ്റായിട്ടാ.